പഴമയുടെ തനിമ നിലനിർത്തി വടക്കേക്കോഞ്ചിറ കോൾപ്പടവിൽ പൊഴുതുമാട്ടം നടന്നു. കാർഷിക സംസ്കൃതിയെയും പരമ്പരാഗത കാർഷിക ആചാരങ്ങളെയും തിരികെ പിടിക്കുന്നതിന്റെ ഭാഗമായാണ് ചടങ്ങ് നടത്തിയത്. കോഞ്ചിറ മുത്തിയുടെ തീർത്ഥകേന്ദ്രത്തിലും ഏനാമാവ് കെട്ടുങ്ങൽ ജുമാ മസ്ജിദിലും ഇരുമ്പ്രനെല്ലൂർ ശ്രീകാർത്യായനി ക്ഷേത്രത്തിലും പ്രാർത്ഥനകൾ നടത്തിയും കാണിക്ക സമർപ്പിച്ചുമാണ് പടവു കമ്മിറ്റി ഭാരവാഹികൾ പൊഴുതുമാട്ടത്തിനെത്തിയത്. മുളംകുറ്റികളിൽ പൂമാല ചാർത്തി തെങ്ങോലകൾ മെടഞ്ഞുണക്കിയതുമായി കർഷക തൊഴിലാളികളും ഫാംബണ്ടിലെത്തി. പടവിലെ വീഴ്ചയുള്ള ഭാഗത്ത് മുളംകുറ്റിയടിച്ച് ഓലയും പനമ്പും കെട്ടി മണ്ണിട്ട് ചിറകെട്ടിയ ശേഷമാണ് കൃഷിപ്പണികൾ ആരംഭിക്കുക. വടക്കേ കോഞ്ചിറ കോൾപ്പടവിൽ നടന്ന പൊഴുതുമാട്ടം പടവ് കമ്മിറ്റി പ്രസിഡന്റ് ടി വി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഹരി മഞ്ചരമ്പത്ത് അധ്യക്ഷനായിരുന്നു. പടവ് കമ്മിറ്റി ഭാരവാഹികളായ പി എ ഹാരിസ് ഹാജി, പി എം കുഞ്ഞിബാബു ഹാജി, എ ആർ രവീന്ദ്രൻ, ബിജോയ് പെരുമാട്ടിൽ, വി എ ശൈല, ടി എ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പൊഴുതുമാട്ടത്തെ തുടർന്ന് പടവിലേക്കുള്ള കഴകളെല്ലാം അടച്ചു. എഞ്ചിൻപുരയിൽ മോട്ടോർ പമ്പ് സെറ്റ് പ്രവർത്തന സജ്ജമാക്കി. ശനിയാഴ്ച മുതൽ വെള്ളം വറ്റിക്കൽ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കും. പിന്നീട് കളകൾ നീക്കി യന്ത്രസഹായത്തോടെ നിലം പൂട്ടി നിരത്തും. 310 ഏക്കർ വിസ്തൃതിയുള്ള പടവിൽ ഇത്തവണ ഹൈബ്രിഡ് ഉമാവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നതെന്നും ഓണത്തിന് ശേഷം വിത നടത്തുമെന്നും പടവ് കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞു. പൊഴുതുമാട്ടമാണ് ഇവിടെ നടന്നത്. നാളെ മുതൽ പമ്പിംഗ് ആരംഭിച്ച് വളരെ കൃത്യവും സുതാര്യവുമായി ഐക്യത്തോടു കൂടി കൃഷിക്കാരെ സംരക്ഷിക്കുക, കൃഷിക്കാരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ആശങ്കകൾ മറികടന്നുകൊണ്ട് അതുപോലെ തന്നെ നല്ല വിളവ് കൃഷിക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ആവശ്യമായ പടവ് കമ്മിറ്റിയുടെ പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് പണിക്കാരും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത്. പൊഴുതുമാട്ടത്തോടെ തൃശൂരിന്റെ നെല്ലറയിൽ നെൽകർഷകരും കർഷക തൊഴിലാളികളും വീണ്ടും 100 മേനി വിളവെന്ന പ്രതീക്ഷകളോടെ സജീവമാവുകയാണ്. TCV ന്യൂസ്, പാവറട്ടി.